പറഞ്ഞാല് എൻ്റെ സങ്കല്പത്തിലെ ഗോവ ഇങ്ങനെയല്ല. ഇത് പാലക്കാടാണ്, പാലക്കാട്. ഞങ്ങളുടെ ഇന്നത്തെ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്താവോ എന്തോ ഞങ്ങളെ റൂം പോയി. ഞങ്ങൾക്ക് താമസിക്കാൻ ഇപ്പം വീടില്ല. ഞങ്ങൾ എയർബിഎൻബിയിൽ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ റെഡിയായി. ഇനി അവിടെ എത്തിയിട്ട് അടിച്ചു പിടിക്കല്ലേ. ഞങ്ങൾ ബാക്ക് അടിച്ചു. ഞാൻ വിചാരിച്ചു ഒരു കുഞ്ഞിക്കടയായിരുന്നു. അങ്ങനത്തെ ഒരാൾ മാത്രം. ഞങ്ങൾ എത്താനായി. ഇനി കുറേ വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി കാണാം. ഇതന്നെയാണ് ഫ്ലോട്ടിങ്. ഇതല്ല. ഓക്കെ, ഞങ്ങളെ ഫസ്റ്റ് പ്ലാൻ മൂഞ്ചി. ഞങ്ങൾ ഈ ആഭരണ വിഭൂഷണയായി വന്നതൊന്നും നടന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വാട്ടർ ആക്ടിവിറ്റീസിന് വന്ന്. അതും സ്ഥലം മാറിയെന്ന് തോന്നുന്നു. സോയാ ഇന്ന് ഫുൾ ഓഫ് 3G. കുഴപ്പമില്ല, നാളെ ഇല്ലല്ലോ. പറഞ്ഞ പോലെ തന്നെ ഇതും 3G. ആരാണോ ആരെയല്ല ഇതാ ഇവിടെ തെറ്റത് കളി കണ്ടത്. അപ്പൊ പിന്നെ ഇതൊക്കെ സംഭവിക്കുള്ളൂ. ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് പറഞ്ഞു വന്നപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചത്. കുഴപ്പമില്ല, ഗോവയാണല്ലോ, ഇവിടെ എന്തുണ്ടല്ലോ. ലേറ്റായി വന്നാലോ ലേറ്റസ്റ്റായി വരും. അതാണ് ഞങ്ങളുടെ ടീംസ്. അതാണ് ഞങ്ങളെ ബോട്ടിലെത്തി. ഇതാണ് ഇവിടുത്തെ തിരക്ക്. അങ്ങനെ മൂഞ്ചിന്ന് വിചാരിച്ച പ്ലാൻ ഇതാ ഫൈനലി. അതെ, ഇതാ ഞങ്ങൾ ബാഡ്ജെല്ലാം കിട്ടി. ഞങ്ങളിതാ വാട്ടർ ആക്ടിവിറ്റീസിൽ പോകാൻ പോവാണ്. ഇനി എന്നാ നടക്കാൻ പോകുന്നതെന്ന് ഒന്നും അറിയില്ല.
ഫൈനലി ഞങ്ങള് പുതുപ്പക്കി ഒരു വലിയ 5 സ്റ്റാർ ഹോട്ടലിന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ലോട്ട്സ് ഓഫ് അപ്പിക്കഥ രാവിലെ തൊട്ട് അപ്പിയാണ്. ഞാൻ ഷീറ്റിന്റെ മേലാണ് അവിടെ കാണിച്ചത്. അവളാണ് കഥയിലെ നായിക. രാവിലെ തൊട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോ ഷിറ്റ് കണ്ടേ. അത് കുഴപ്പമില്ല, റെയിൽവേ സ്റ്റേഷൻ ആരോ മറന്നു പോയത്. അപ്പൊ ഞാനത് കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ ഒരു 5,500 റൂം എടുത്ത്. ഇപ്പം 4 റൂം കയറി ഇറങ്ങി. ഇപ്പം 5ാമത്തെ റൂമാണ്. പിന്നെ അവിടെ ഇപ്പം കയറുന്ന ഒരു റൂമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ പൂച്ചേൻ്റെ കുറേ കാലില്ലാതെ. എനിക്കൊന്ന് പൂച്ചയാണ് അവിടുത്തെ നായോ അല്ല എങ്കിൽ എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി റിസപ്ഷൻ്റെ തൊട്ടടുത്തുള്ള റൂം ഇപ്പോൾ അതും വലിയ താല്പര്യം നേട്ടൊന്നല്ല. അല്ല. പിന്നെ ഞങ്ങളങ്ങ് എടുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പുതപ്പ് ഞങ്ങളതോട് പുതപ്പ് പെട്ടി കിടക്കെടുത്ത് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഗോവയിൽ അരകെ എന്ത് കണ്ടത് വെച്ചാൽ അരകെ എന്ത് കണ്ടു? സോ ഫൈനലി ഞങ്ങക്ക് റൂം കിട്ടി. അപ്പ ഉണ്ടോന്ന് ഇപ്പൊ ആരാ നോക്കാൻ പോകുന്നത്? ദീപകിനെ കൊണ്ട് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തതാണ്. സോ ഇനി ഞങ്ങൾ പോയിട്ട് ഡ്രസ്സെല്ലാം മാറ്റി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരാം. ഞങ്ങൾ നൈറ്റ് മാർക്കറ്റ് പോകാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് അനക്കേൻ്റെ ഔട്ട്ഫിറ്റ്. മുഹമ്മദ് കോയ വീവിക്കാൻ വേണ്ടി. സോ മേക്കപ്പ് ഒന്നും വേണ്ട, ലിപ്സ്റ്റിക് മാത്രം ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനത് വിശ്വസിച്ചു. പക്ഷെ നിങ്ങളൊക്കെ മുഖത്തിന് ഒരു ഗ്ലോ ഞാൻ കണ്ടു. ഓക്കെ ബൈ. ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഓക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ റോസ് വാട്ടറിൻ്റെ മണമൊക്കെ തോന്നി. എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ മോശമൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ ബിരിയാണിയാണ്. പിന്നെ ഞങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഗോവയിൽ വരുമ്പോൾ ഞങ്ങൾ ഓൾറെഡി സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു. ശരിക്കും അത് ചെയ്യണ്ടായിരുന്നു. ഇവിടെ എത്തിയിട്ട് സാധനങ്ങൾ വാങ്ങുന്നതായിരിക്കും എല്ലാവർക്കും ബെസ്റ്റ്. ഗോവയിൽ നീ വന്നിട്ട് പഠിച്ച പാഠം എന്താ? അതല്ലാണ്ട് ഡ്രസ്സെല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് ഞങ്ങൾ SM സ്ട്രീറ്റ് പിന്നെ സ്റ്റുഡിയോ, മാക്സ്, പിന്നെന്താ ട്രെൻഡ്സ് എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങി. പക്ഷെ ഇവിടെ വേണ്ടതല്ല, ഇവിടെ തന്നെ അത് ഞങ്ങൾ നോക്കി നടന്നത് എവിടെ ഇല്ലായിട്ടാണ് ഇത്രയും ഷോപ്പിലൊക്കെ കയറുന്നത്. കറക്റ്റ് നമ്മൾ സെലക്ഷനേക്കാളും നമ്മൾ എക്സ്പീരിയനേക്കാളും അടിപൊളി സാധനങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കാണുമ്പോൾ നല്ല വിഷമമുണ്ട്. ചെരുപ്പുണ്ട്, ബാഗ് ഉണ്ട്, ഡ്രസ്സ് ഉണ്ട്, എല്ലാം. പിന്നെ ഞങ്ങൾ ഒരു 4-5 ദിവസം നടന്ന സ്കേർട്ട് ഇവിടെ ഞങ്ങൾ വന്നിറങ്ങിയ സമയത്ത് തന്നെ കണ്ട് വിഷമമുണ്ട്. അതും റേറ്റ് കുറവാണ്. ഞങ്ങൾ റേറ്റ് കൂടുതലായിരിക്കുമല്ലോ വെച്ചിട്ടാണ് നാട്ടിൽ തന്നെ വാങ്ങിയത്. ഓൺലി 400 rupees ഉള്ളൂ. അതും അടിപൊളി സ്കേർട്ട്. വിഷമമുണ്ട്. ഞങ്ങൾ ഗോവൻ തെരുവോരങ്ങളുടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഇവിടെ ടെമ്പിൾ കാണാം. അതെ, കാണുമ്പോൾ ഒരു പള്ളി പോലൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ടെമ്പിളാണ്. അത് മുരുകൻ്റെ ശൂലമൊക്കെ ഉണ്ട്. ദേവിയാ തോന്നുന്നു. എന്തായാലും മാരിയമ്മൻ കോവിലാണിത്. ശൂലമുണ്ട് കേട്ടോ. ശൂലം എന്തോ ഉണ്ട്. ആയിരിക്കാം. അപ്പൊ ഞങ്ങളിനി ബാഗ ബീച്ച് പോവാണ്. നമുക്ക്
ബാഗാ ബീച്ചത് കാണാം. ബീഫ് ബിരിയാണി. അപ്പോൾ ഇന്ന് ഗോവ സീരീസിന്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ, അത് കഴിഞ്ഞിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എവിടെയാണെങ്കിൽ ചർച്ചോ ചപ്പോറ ഫോർട്ടിൽ പോകും. ഞങ്ങളുടെ പ്ലാന് വേറെ ആയിരുന്നു. ഇന്നത്തെ തൊട്ട് തന്നെ എസ്പെഷ്യലി കുഴപ്പമില്ല, ഞങ്ങൾ ചപ്പോറ ഫോർട്ടിൽ. യെസ്, ഇന്നത്തെ ഡ്രസ്സ് കുറച്ച് ലൈറ്റ് കളേഴ്സാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്യുവർ വെജ്. एक पनीर पराठा, एक गोभी पराठा और एक मसाला डोसा. മസാല ദോശ. പനീർ പറാഠ, പനീർ പനീർ അച്ചാർ കേട്. ഇത് ആലു പറാഠ. ഒരു തൈര് എടുക്കണ്ടായിരുന്നു. സോ ആലു പറാഠ, തൈര്, കുറച്ച് അച്ചാർ. ऑर्डर कंप्लीट हुआ था, कुछ बचा? नहीं, एक और नहीं नो गोभी नहीं दिया? नहीं. ഞാൻ കേട്ടത് അറിയോ, ഹോട്ടൽ മുഴുവൻ വേണം. ഹോട്ടൽ മുഴുവൻ വേണം, അത് പകുതിയാണ്. അയ്യോ, ഇതെന്താ വെറും വെള്ളോ? അഗോഡ ഫോർട്ട് അല്ലേ? ഒരു വെയില ക്ലാസ്. ദൊറോത്തി മദാം ഉണ്ട്. ദൊറോത്തി മദാമാ, കം ഹിയർ. കം ഹിയർ. അഗോഡ ഫോർട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കണ്ണൂർ മറ്റു ഫോർട്ടിൽ വന്ന പോലെ ഉണ്ട്. കാരണം ഇവിടെ ഫുള്ള് മലയാളികള്. സത്യം, എവിടെ പോയാലും മലയാളികളെ പരിചയപ്പെട്ടു. മലയാളീസാണ്. നീ നാട്ടിലെവിടെയാ? കുതിരാട്ടോ? ടിക്കറ്റ് വേണം, അവിടെ കാണിക്കണം. ഈ പൊരുവയിലത്ത് ഇവരൊക്കെ എന്തിനാ വന്നതെന്ന് എനിക്കറിയില്ല. ഞാനും വന്നത് എന്തിനാന്ന് എനിക്കറിയില്ല. ഒരാവശ്യമില്ലായിരുന്നു. അവിടെ എന്തോ സംഭവം ഉണ്ട്, എല്ലാവരും പോയി കൂക്കിയിടുന്നുണ്ട്. സോ ഇതാണ് ഗോവൻ ഫിഷ് താലി. വെണ്ടക്കറിയിൽ ചെമ്മീൻ. ഇനി വീണ്ടും പോയതാണോ ഇവിടുത്തെ സ്പെഷ്യലാണോ ഒന്നും അറിയില്ല. Let's eat. വെണ്ടയും എടുക്കാം.
കൂട്ടി കഴിക്കുന്ന ഇഷ്ടമല്ല. ഓരോന്നിൻ്റെ ടേസ്റ്റ് അറിയാം. എങ്ങനെയുണ്ട് കാവ്യ? കറി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കറി സൂപ്പറാണ്. മീനോ? മീൻ പൊരിച്ച് എങ്ങനെയുണ്ട്? ഇതെന്താന്ന് മനസ്സിലായില്ല. ഇത് നമ്മളെ വീട്ടിലൊക്കെ വെക്കുന്ന പോലെ, ഇതും നമ്മളെ വീട്ടിൽ വെക്കുന്ന പോലെ. ഇതെന്ത് കാട്ട വെള്ളം എനിക്ക് മനസ്സിലായില്ല. ഒരു പാക്കൊക്കെ ചോദിക്കുന്നു. അത് ഒഴിച്ചിട്ട് ചോറ് തിന്നുമ്പോൾ ടേസ്റ്റ്. എനിക്ക് അങ്ങനെ ഒരു ഇതെടുക്കാൻ പേടിയാവുന്നത്. ഞങ്ങൾ VIP കളാണ്. അപ്പുറത്തെല്ലാം ഒന്നും കാണാൻ പാടില്ല. അവരൊന്നും നമ്മളെ കാണാൻ പാടില്ല. അതാണ് കറക്റ്റ്. അതെ. അപ്പൊ ഫുഡിന്റെ പറയുകയാണെങ്കിൽ അയില കുഴപ്പമില്ലേനും പഴയ ഒരു ഉണക്കമീൻ്റെ ഒരു ടേസ്റ്റ്. ഒരു മീനിന്റെ ഫ്രഷ് ഫീൽ കിട്ടിയില്ല. തന്നെ ഒരു ബ്രൗൺ കളർ. പിന്നെ വെണ്ടക്കയും ചെമ്മീനും ഒരു നല്ല കോമ്പിനേഷൻ ആണെന്ന് തോന്നി. ഒരു നാടൻ ടേസ്റ്റ് ഫീൽ ചെയ്തു. അതില്ല. ആക്ച്വലി നമ്മുടെ നാട്ടിലൊക്കെ മുരിങ്ങ ഇടുന്ന പോലെ ഒരു വെണ്ടക്ക കറിക്ക് കുറച്ചുകൂടി ഒരു നല്ലത് കൊടുത്തിട്ടുണ്ട്. മീൻസ് അത് വെണ്ടക്ക വഴറ്റിന്റെ അതൊന്നും ഇട്ടേ ഞാൻ കഴിച്ചപ്പോ എനിക്ക് മറ്റേ അങ്ങനെ ഇതുണ്ടായിരുന്നു. പിന്നെ ചെമ്മീൻ ഉണ്ടായിരുന്നു. ചെമ്മീൻ നമ്മുടെ നാട്ടിലെ ആദ്യമായിട്ട്. പിന്നെ സബ്ജി പോലത്തെ ഒരു സാധനം, അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അച്ചാറ് സെയിം എനിക്ക് തോന്നി ടേസ്റ്റ്. അച്ചാറ് അതൊക്കെ നല്ല ലൈക്ക് ആയിക്കല്ലോ. പിന്നെ ലാസ്റ്റുള്ള പുളിവെള്ളം അത് ഞങ്ങൾ അവോയ്ഡ് ചെയ്താണ്. അതെ, കാട്ടവെള്ളം എന്ന് പറഞ്ഞത് കാട്ടവെള്ളമല്ല, പുളിവെള്ളമാണ്. അത് ഡൈജസ്റ്റിന് സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് അങ്ങനെ പുളിവെള്ളം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുടിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ്. നമ്മളെ ഈ ഉപ്പിലിട്ടതിന്റെ സുർക്കേന്റെ വെള്ളം രസം കുടിക്കുന്ന ഒരു ഫീലില്ലേ? അങ്ങനെയൊക്കെ ഒരു സംഭവം. ഓവറോൾ ഓക്കെ. ഒരു 3.5 സ്റ്റാർ കൊടുക്കാം. മോശം എന്നൊന്നും പറയാനില്ല. പിന്നെ ഞങ്ങള് ശരിക്കുള്ള ഒരു ഗോവൻ താലിയൊന്നും കഴിച്ചില്ല. അത് നല്ലതാണോ ചീത്തയാണോ ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഒരു പാത്രത്തിൽ കൈ എടുക്കുമ്പോഴേക്കും ഒരാ പാത്രം എടുത്ത് പോവാം. മീൻസ് അതൊരു വൃത്തിയാക്കാനുള്ള ത്വര കൊണ്ടാണോ ഒരു കോസിട്ടുള്ളവരെ കൊണ്ടാണോ എന്ന് അറിയില്ല. ഒരാൾക്ക് ഇങ്ങനെ കൈ കൊള്ളുമ്പോഴേക്കും അത് അതെല്ലാം പോയി. അവര് പോയി. ഇനി ബട്ടർഫ്ലൈ ബീച്ചിലേക്കുള്ള വഴിയാണ്. ഇതൊരു ഹിഡൻ സ്പോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഗോവയിലെ. ഹിഡൻ സ്പോട്ട് എന്ന് പറയാൻ കാരണം തന്നെ ഒരു ഓഫ് റോഡ് പോലത്തെ സ്ഥലത്തൂടെ മലേൻ്റെ മണ്ടയിലാണ്. മലേൻ്റെ മണ്ടയിലൊക്കെ കടലുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം കാണിച്ചു തരാം. അതെ ഇവിടെ 250 ട്രക്കിംഗ് ഉണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. 250 രൂപയ്ക്ക് ജിപ്സിയിൽ ഒരു ചളിയെല്ലാം തെറിപ്പിച്ചിട്ട് കൊണ്ടുപോകും. മിക്കവാറും ഓരാണ് ഈ കുഴിയൊക്കെ ആക്കി വെച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഗോവയിലും മലനിരകളില്ല. ഇല്ല, പക്ഷെ ഇവിടെ ഫുൾ മലനിരകളാണ്. നമ്മൾ വയനാട് ചുരം കയറുന്ന പോലെയാണ് ഇത്. ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര പ്രകൃതി രമണീയമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞാൻ ഗോവ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ലിക്കറും കുറച്ച് ബിക്കിനിയും ഒക്കെ വരും. പക്ഷെ അത് മാത്രമല്ല. എന്താ ആരോട് ഒരു വിഷമം പറയാനുള്ളേ? ബിക്കിനി ഇല്ലാന്ന്. എന്താ ചെയ്യാ? നിരാശനായി. ഇതാണ് നമ്മുടെ ചളിവണ്ടി. അല്ല, ഇതല്ല, ഇത് ഇതാ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ, അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് നോക്കൂ, അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. എവിടെ നോക്കിയാലും നമ്മുടെ ആജിടെക്. എന്ത് പറയുന്ന കാര്യം? നമ്മൾ അവിടെ കാണാൻ പോകുന്നത് അത്രയും നല്ലൊരു ഔട്ട്സ്റ്റാൻഡിംഗ് ബീച്ച് ആണെങ്കിൽ അല്ലെങ്കിൽ ഇറ്റ്സ് എ ട്രാപ്പ്. ഒരു 2.5 കിലോമീറ്ററിന് 250 റുപ്യ കൊടുക്കാന്ന് പറയുന്നത് നോക്കാം. കുറച്ച് കൂടുതലാണ്. പക്ഷേ ഈ വഴി അത്രയും മോശമാണ്. പിന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഗോവയിലെ ചളി കണ്ട് പേടിക്കാൻ പാടില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ആരെ വിശ്വസിക്കുക? നമ്മളൊരു കടൽ കാണാനാണ് പോകുന്നത് അല്ലേ? എനിക്ക് തന്നെ വിശ്വാസം വരുന്നില്ല. ഇനി അത് കണ്ടാൽ തന്നെ. അതെ. വാഴ എവിടെ നോക്കിയാലും വാഴ. ഒരു വാഴ, ഒരു മരവാഴ, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം.
हाँ,